സംവിധായകൻ ഭദ്രനുമായിട്ടുള്ള സൗഹൃദം എന്താണ്? ഞങ്ങളീ പറഞ്ഞ മാതിരി RK ലോഡ്ജിൽ ഒത്തിരി വർഷം. അതിനു മുമ്പ് അവൻ എറണാകുളത്ത് സെന്റ് ആൽബർട്ട്സിൽ അവൻ ഡിഗ്രി ചെയ്യുമ്പോൾ ഇടയ്ക്ക് വീട്ടിൽ വരും ഫോൺ ചെയ്യാൻ. അന്ന് മറ്റേ ലാൻഡ് ലൈൻ നമ്പറാണല്ലോ, ലാൻഡ് ലൈൻ നമ്പർ പാലേക്ക് വിളിക്കാറുണ്ട്, വീട്ടിലേക്ക് വിളിക്കാൻ. അപ്പൊ അന്ന് തുടങ്ങിയുള്ള ബന്ധമാണ്, സിനിമയ്ക്ക് എല്ലാം പോകുന്നതിന് മുമ്പുള്ള ബന്ധമാണ്. അപ്പൊ ഈ വാസ് കോളേജ് സ്റ്റുഡൻ്റ് എന്നല്ലേ പറയാ. അപ്പൊ ഞാൻ അവിടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങള് മദ്രാസിലോട്ട് പോകുന്ന പോലെ എറണാകുളത്ത് നിന്ന് ഒപ്പം പോയിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഫടികം ഇപ്പൊ വീണ്ടും റിലീസ് ചെയ്യാൻ പോവാണ് ഡിജിറ്റലായിട്ട്. അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അയ്യർ ദ ഗ്രേറ്റ്. അതുപോലെ തന്നെ മമ്മൂട്ടി, പ്രതാപ് പോത്തൻ എന്നിവരോടൊപ്പം ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടില്ലേ? അതിനെ കുറിച്ച് എന്ത് പറയുന്നു? എനിക്ക് പെട്ടെന്ന് പ്രതാപ് പോത്തന്റെ കാര്യം പറഞ്ഞപ്പോ ഒരാഴ്ച മുമ്പ് മരിക്കുന്നതിന് അല്ല 4 ദിവസം മുമ്പ് ഞാൻ ഫോൺ ചെയ്തായിരുന്നു. ഓ ശരി. 4 ദിവസം അല്ല 5 ദിവസം. ഞാൻ ചെന്നൈയിലുണ്ട്, വരുമ്പോ വിളിക്കണം, കാണണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വന്നില്ല, 1-2 വർഷമായി ഈ കോവിഡ് ഒക്കെ കാരണം. That's okay, when you come you call me, keep in touch. ഇങ്ങനെ സംസാരിക്കുന്നത് ആ പഴയ ഊട്ടിയിലുള്ള പ്രോഡക്റ്റില്ല, അതുകൊണ്ട് എനിക്ക് ഒത്തിരി പഴയ ബന്ധങ്ങളുണ്ട്. ഞങ്ങൾ സ്കൂട്ടറിലൊക്കെ പോവായിരുന്നു. കാരണം അന്ന് പുള്ളി സ്പെക്സ് വയ്ക്കുമായിരുന്നു. സ്പെക്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി എന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നെ കടകളൊക്കെ കാണിച്ചു തരുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജോസിന് ഒരുപാട് ഓർമ്മകളും ഒരുപാട് ബന്ധങ്ങളുമാണ് അല്ലേ? രജനീകാന്ത് തൊട്ട് താഴോട്ട് എത്രായിരം ഫ്രണ്ട്സും, അതുപോലെ തന്നെ നായികമാര്, പിന്നെ ഉപനായികമാര് എന്ന് വേണ്ട ഡയറക്ടേഴ്സ്, മ്യൂസിക് ഡയറക്ടേഴ്സ്, സിംഗേഴ്സ് അല്ലേ? അങ്ങനെ ഒരുപാട് പേരുമായിട്ടുള്ള ബന്ധങ്ങളും ഓർമ്മകളുമാണ്. നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് അല്ലേ, ഒരു 3-4 ദിവസം പറയേണ്ടി വരും. എനിക്ക് പേടിയാ ചിലർക്ക് ബോറടിച്ചെങ്കിലും. 45 വർഷമായിട്ട് സജീവമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു മഹത് വ്യക്തിയും ഒരു അഭിനേതാവും ആണ് ജോസ്. അപ്പൊ ജോസ് ചുരുക്കി പറഞ്ഞാൽ ജോസ് ഒരു പുലിയാണ്, പുലി. അപ്പം ഒരുപാട് നന്ദിയുണ്ട്. പറയാം നേടാം എന്ന ഈ ഷോയിൽ വരികയും കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. ഐ മസ്റ്റ് താങ്ക് യു, ബിക്കോസ് ഞാൻ മൈ മിസ്റ്റേക്ക്. ഞാനൊരു എനിക്ക് ഒരുപാട് ഗ്യാപ്പ് വന്നു ശ്രീകുമാറിനെ കണ്ടിട്ട്. ഞാൻ വിളിച്ചില്ല, കണ്ടില്ല. അപ്പൊ എനിക്ക് സത്യം വരുമ്പോ ഒരു പേടിയുണ്ടായിരുന്നു. അയ്യോ പുള്ളി ഇത് നാഷണൽ ഹീറോ അവാർഡ്, മറ്റത് ഒരുപാട് വലിയ റേഞ്ചിൽ നിൽക്കുന്ന ആള്. ഞാൻ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് കാണുമ്പോ വിൽ ഐ ബി കംഫർട്ടബിൾ? ഞാൻ വെരി ഓണസ്റ്റ് ആൻഡ് ഫ്രാങ്ക്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ ഇവിടെ ഇരുന്ന് ഓരോ മിനിറ്റും കഴിഞ്ഞപ്പോഴത്തേന് ഐ വാസ് താങ്കിങ് ഗോഡ് ദാറ്റ് ഐ ആം സോ കംഫർട്ടബിൾ. യു ആർ സച്ച് എ സ്വീറ്റ് പേഴ്സൺ. താങ്ക് യു സോ മച്ച്. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അതിലുപരി ഇഷ്ടപ്പെട്ടാണ്. കാരണം വേറൊന്നുമല്ല, കാരണം ജോസിനെ കണ്ടിട്ടും പഴയ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്കുള്ളൊരു സുഖം. പിന്നെ രണ്ടാമത്തെ കാര്യം, ജോസ് വീണ്ടും സിനിമയിൽ സജീവമായിട്ട് തിരിച്ചു വരുന്നു എന്നും കൂടെ കേട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ മലയാളികൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.